എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചോറിനൊപ്പം മാത്രമല്ല ചപ്പാത്തിയുടെയും പാലപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും എല്ലാം ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു മഷ്റൂം മസാല കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് പെട്ടെന്ന് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റെസിപ്പി ഇഷ്ടമായ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഉള്ളി വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. വലിയ 2 ഉള്ളിയാണ്, കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന സൂത്രം ഉണ്ടല്ലോ, ഇച്ചിരി ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഇതുപോലെ വഴറ്റിയെടുക്കാം. ഇനി ഈ വഴന്ന് വന്നതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളിയും ചതച്ച ശേഷം ഏകദേശം 1 ടേബിൾ സ്പൂൺ കാണും അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വഴന്ന് വരുമ്പോൾ പൊടികളായിട്ട് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ 200 ഗ്രാം മഷ്റൂമാണ് ഞാൻ കറി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ അളവിൽ പൊടികളെല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഒന്നുകൂടെ ആ പൊടികളുടെ എല്ലാം പച്ചച്ചോവയൊന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ഇളക്കി കൊടുക്കാം. ഈ മഷ്റൂം നമ്മൾ ഏകദേശം ഇടയ്ക്കൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ധാതുക്കളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പോഷകസമ്പന്നമായ ഭക്ഷണമാണ് ഈ മഷ്റൂം കൂണ്. അപ്പോൾ ഇനി ഞാനതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി നീളത്തിൽ അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം മൂടി വെച്ചിട്ട് ആ തക്കാളി ഒന്ന് പെട്ടെന്നൊന്ന് സോഫ്റ്റായിട്ട് വരാനായിട്ടാണ് മൂടി വെച്ചിട്ടുള്ളത്. ഇനി ആ തക്കാളിയുടെ കൂടെ തന്നെ നമുക്ക് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള കൂണും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. 200 ഗ്രാം കൂണാണ് ഞാനിവിടെ കറി വയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി എല്ലാം മസാലയുടെ കൂടെ ആ മഷ്റൂം എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം. ഇത് രോഗപ്രതിരോധ ശേഷിക്ക് വർദ്ധിപ്പിക്കാനും കൊളസ്ട്രോൾ, പ്രമേഹം, ഹൃദ്രോഗങ്ങളൊക്കെ നിയന്ത്രിക്കാനൊക്കെ സഹായിക്കുമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. കൂടാതെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. നന്നായിട്ട് കഴുകി വേണം ഇത് പാചകം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ദഹനത്തിന് ചെറിയ പ്രശ്നങ്ങളെല്ലാം ചിലർക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇനി ഈ സമയത്ത് ബാക്കി ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്ത് ഇനി ഇത് മൂടി വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചെടുക്കണം. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ ആക്കിയ ശേഷം മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അധിക സമയം ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് വേവിക്കാൻ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് വെള്ളം ഒഴിക്കരുത് വേവിക്കുമ്പോൾ. ഇപ്പോൾ അതെല്ലാം നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയുടെ കൂടെ ഒരു 4-5 കശുവണ്ടി നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെറും 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് ഒരു 4-5 കശുവണ്ടി ധാരാളമാണ്. അപ്പോൾ അത് കറിക്ക് ആ ഗ്രേവിക്ക് നല്ലൊരു കൊഴുപ്പും നല്ലൊരു ടേസ്റ്റും കൂടെ കൂടുതലായിട്ട് നൽകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കശുവണ്ടി മാത്രം അരച്ചൊഴിക്കാം, ബാക്കി തേങ്ങാപ്പാലും കൂടെ ഒഴിക്കാം. ഞാനത് രണ്ടും കൂടെ മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതോടെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി നേരം കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 1-1.5 മിനിറ്റ് മാത്രം മതി. അതോടെ പെട്ടെന്ന് നമുക്ക് തിളച്ച് വരും. ഇപ്പോൾ കറിയെല്ലാം നന്നായിട്ട് തിളച്ച് ആ എണ്ണയെല്ലാം മേലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് മല്ലിയില കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയെല്ലാം നിങ്ങൾ കഴിക്കാനായിട്ട് ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.